ശ്രുതിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ശശി വീട്ടിലേക്ക് വരുന്നുണ്ട്. ചന്ദ്രമതി അത് കണ്ട്, എന്തിനാ റോഡിലൂടെ പോകുന്നവരെയൊക്കെ ഇവിടേക്ക് എടുത്തോണ്ട് വരുന്നത്? ഇവനെന്നാ കിളവിയോടൊപ്പം വന്നപ്പോ തന്നെ എനിക്ക് വലിയ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞപ്പോ ശ്രുതി മാറി നിന്നും കരയുന്നുണ്ട്. അവര് കിളവിയാണെങ്കിൽ നിങ്ങള് പിന്നെ 16 വയസ്സുള്ള പെൺകുട്ടിയാണല്ലോ. അങ്ങനെ ശശി ചോദിക്കുകയാണ്, എടാ അവര് വന്നതുകൊണ്ടാണ് ഞാൻ അന്ന് തറയിൽ വീണ് എന്റെ കാലൊടിഞ്ഞത്. അങ്ങനെ ചന്ദ്ര പറയുമ്പോ, അത് ഇവര് വന്നതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ വായ്ത്താളം കൊണ്ടാണ്. രേവതിയുടെ വീട്ടുകാരെ പറ്റി അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ കാലൊടിഞ്ഞത്. അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്. ഇതേപോലുള്ള ദാരിദ്ര്യം പിടിച്ചതുങ്ങളെയൊക്കെ വീട്ടിനുള്ളിൽ കയറ്റിയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ വീണ്ടും കൊണ്ടുവന്നു, ഇതിനെ പുറത്തു കൊണ്ടുവിട്. അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട്. അമ്മേ, പാവം കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയരുത്. അതെങ്ങനെ? എന്നെ പ്രസവിച്ചപ്പോ തന്നെ എന്നോട് ഇങ്ങനെയല്ലേ അമ്മ പെരുമാറിയത്? അച്ഛനും അച്ഛമ്മയും ഇപ്പൊ രേവതിയും എനിക്കില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ എന്നോട് ഇപ്പോഴും പറയുന്നത്? അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഒരു പെണ്ണ് തന്നെയല്ലേ ഈ കുട്ടിയെയും പ്രസവിച്ചത്. ഇപ്പൊ അമ്മ പറയുന്ന ഈ വാക്കുകളൊക്കെ അവന്റെ അമ്മ കേട്ടാ എത്ര വിഷമിക്കും. അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ശ്രുതി മാറി നിന്നും കരയുന്നുണ്ട്. എടാ, ഹോസ്പിറ്റലിൽ വെച്ച് ആ സ്ത്രീ ചത്തുപോയാ ഈ കുഞ്ഞിനെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ച ഈ കുഞ്ഞ് ഞങ്ങളോടൊപ്പം തന്നെ താമസിക്കും എന്ന് മറുപടി കൊടുത്ത് സച്ചി കുട്ടിയെ അകത്ത് കൊണ്ടുപോയി കിടത്തുകയാണ്. രേവതിയാണെങ്കിൽ കുട്ടിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രുതി ഉടനെ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ ചന്ദ്ര വന്ന്, അവിടെ നടക്കുന്നതൊക്കെ നീ കണ്ടില്ലേ ശ്രുതി? ഏതോ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നിരിക്കുന്നു. ആ ചെറുക്കനും മുത്തശ്ശിയും ഒരു ദാരിദ്ര്യം പിടിച്ചവരാണ് എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേട്ട് ദേഷ്യം വന്ന ശ്രുതി, ആന്റി ക്ലൈന്റ് വെയിറ്റ് ചെയ്യുന്നു, പാർലറിലേക്ക് പോണമെന്ന് പറഞ്ഞ് അവിടെ നിറങ്ങുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിലെത്തി ശ്രുതി അമ്മയെ കാണുന്നുണ്ട്. അമ്മ കണ്ണു തുറന്ന് സംഭവിച്ചതൊക്കെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രുതി മരുന്ന് വാങ്ങാനായി പോകുമ്പോ സച്ചിയും രേവതിയും കുട്ടിയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അത് കണ്ട് ശ്രുതി ഉടനെ കർട്ടന് പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ മകളുടെ നമ്പർ ഒന്ന് പറയാമോ? ഞങ്ങൾ അവളെ കോൾ ചെയ്ത് ഇവിടേക്ക് വരാൻ പറയാം, നമ്പർ പറ എന്ന് രേവതി പറഞ്ഞത് കേട്ട് ശ്രുതി ആകെ പേടിക്കുകയാണ്. ഉടനെ അമ്മ അവള് നാട്ടിലില്ല, കാലത്ത് ദുബായിക്ക് പോയി എന്ന് കള്ളം പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ ബില്ല് 18,000 രൂപ തന്റെ കയ്യിലില്ല എന്ന് അമ്മ പറഞ്ഞപ്പോ സച്ചിയാണെങ്കിൽ ആ പണം മൊത്തം അടക്കാനായി അവിടുന്ന് പോവുകയാണ്. രേവതി സച്ചിയുടെ അടുത്തേക്ക് വന്ന്, ആ അമ്മ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അവരുടെ മകളെ പറ്റി നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ, അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ ബില്ലടക്കാൻ കാശ് വേണം, വീട്ടില് ലോൺ അടക്കാനുള്ള കാശുണ്ട്, ഇപ്പൊ അതെടുക്കാം എന്ന് പറഞ്ഞ സച്ചി രേവതിയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ഒളിച്ചു മാറി നിന്ന് കേട്ടോണ്ട് നിൽക്കുവാണ് ശ്രുതി. ഉടനെ അമ്മയും കുട്ടിയും വിളിച്ച് അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിന്നീട് സച്ചിയും രേവതിയും ബില്ല് പേ ചെയ്യാനായി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവരവിടെ കാണാത്തോണ്ട് സച്ചി റിസപ്ഷനിൽ തിരക്കുന്നുണ്ട്. അവരെവിടെയെന്ന് സച്ചി ചോദിക്കുമ്പോ അവര് ബില്ല് പേ ചെയ്തു, അവരുടെ റിലേഷനിലുള്ള പെണ്ണ് വന്നു, അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട രേവതി, ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും തോന്നുന്നില്ലേ? നമ്മളെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കായിരുന്നില്ലേ? അവരുടെ മകള് ദുബായിക്ക് പോയെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഒരു പെണ്ണ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നും പറയുന്നു. എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നു, ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ മകളാണെന്ന് എന്നൊക്കെ പറഞ്ഞപ്പോ, പിന്നെന്തിനാ മകള് ദുബായിക്ക് പോയെന്ന് ഞങ്ങളോട് കള്ളം പറഞ്ഞേന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതിലെന്തോ കാര്യമുണ്ട്, ആ കുട്ടി പേടിച്ചൊന്നും നമ്മളോട് അറിയില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുവാണ് രേവതി. അതേസമയം ശ്രുതി അമ്മയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തന്റെ ഫ്രണ്ടിന്റെ വീട്ടില് അവരെ താമസിപ്പിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കുറെ നേരം പാർക്കിലിരുന്ന് സമയം കളഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്താൻ ഞാൻ പറയുന്നത്. അങ്ങനെ ചന്ദ്ര പറയുമ്പോ, എത്ര അന്വേഷിച്ചിട്ടും തനിക്കാരും ജോലി തരുന്നില്ലെന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അവിടേക്ക് വന്ന്, നീ ഇന്ന് ജോലിക്ക് പോയിട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോ, അതെ, വർക്ക് കഴിഞ്ഞ് വന്നതാണെന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട്. പിന്നീട് അച്ഛൻ വന്ന് വർഷയുടെ ഡാഡി 1 ലക്ഷം രൂപ തനിക്ക് തന്നെന്ന് സച്ചിയോട് പറയുകയാണ്. അത് കേട്ട് ആർത്തിയോടെ ആ പണത്തിലേക്ക് തന്നെ ശ്രുതി നോക്കുന്നുണ്ട്. ഉടനെ സച്ചി, പണം എടുത്തിട്ട് അകത്ത് വയ്ക്കച്ച, ചിലരൊക്കെ നോക്കി പണം എടുത്തോണ്ട് പോവും എന്ന് പറഞ്ഞപ്പോ, നീ ആരെയാടാ ഈ പറഞ്ഞത്? അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ആരെ പറയാനാ, ഇവനെ തന്നെയാ പറഞ്ഞത്. ഇവനല്ലേ പണം എടുത്തോണ്ട് ഓടിപ്പോകുന്നവൻ. അച്ഛാ, പണം ഭദ്രമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
എനിക്ക് കല്യാണത്തിന്റെ കുറച്ച് ചെലവുകളൊക്കെ ഉണ്ടായി, അതൊക്കെ അടയ്ക്കണമെന്ന് ചന്ദ്ര പറയുമ്പോ, ചന്ദ്രെ, ഇത്രയും വർഷം ഞാൻ നിന്റെ കയ്യിൽ തന്നെയല്ലേ പണം തന്നോണ്ടിരുന്നത്. ഇനി മുതൽ ഞാൻ വേറെ ആർക്കെങ്കിലും പണം കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ സച്ചിക്കും കുറച്ച് കടങ്ങളുണ്ട്, അതടക്കാനും ഈ പണം ആവശ്യം വരും. ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചു വാങ്ങിക്കും. ഇപ്പൊ നീ ഈ പണം പിടിക്ക് എന്ന് പറഞ്ഞ അച്ഛൻ ആ 1 ലക്ഷം ചന്ദ്രയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ആ പണം സന്തോഷത്തോടെ വാങ്ങിക്കുകയാണ് ചന്ദ്രമതി. അച്ഛ, നല്ല ലോക്കറിൽ വെച്ച് പൂട്ടാൻ പറയ്. ഇവൻ നോക്കുന്ന കണ്ടില്ലേ, ആ നോട്ടം ശരിയല്ല എന്നൊക്കെ ശ്രുതിയെ നോക്കി സച്ചി പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം വന്ന ശ്രുതി, അങ്കിൾ, ഈ സച്ചിയോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയ്. അങ്ങനെ പറയുന്നത് കേട്ട്, എടാ സച്ചി, മിണ്ടാതിരിക്കാൻ പറ്റില്ല നിനക്ക് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സവാരി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലേ, പോകാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ രേവതി സച്ചിയെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കിന്നൊരു ലോങ് സവാരി ഉണ്ട്, പോയിട്ട് രാത്രി വൈകിട്ടേ തിരിച്ചെത്തൂ. അങ്ങനെ രേവതിയോട് പറഞ്ഞ് ശശി പോകാൻ ഇറങ്ങുകയാണ്. എല്ലാരും പോയതിനു ശേഷം ആ പണം മൊത്തം എങ്ങനെ തന്റെ കയ്യിലാക്കാമെന്ന് ശ്രുതി ആലോചിക്കുന്നുണ്ട്. വർഷം ശ്രീകാന്തിനെ ഫോൺ ചെയ്ത് രാത്രി മൊത്തം സംസാരിച്ചിരിക്കുകയാണ്. അത് കണ്ടുപിടിച്ച് വർഷയുടെ ഡാഡി ശ്രീകാന്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട്. രേവതി രാവിലെ കോഫി ഉണ്ടാക്കി ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. എന്താടി, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റതുപോലെ? ആ സച്ചി ഇനി ഉറങ്ങി എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലമ്മേ, അദ്ദേഹം ഇനിയും വീട്ടിലേക്ക് വന്നിട്ടില്ല, ലേറ്റാവും, കാലത്തെ വരൂ എന്ന് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. അങ്ങനെ രേവതി പറയുമ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റ് അവിടേക്ക് വരുന്നുണ്ട്. നീ എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ശ്രുതിക്ക് കോഫി എടുത്തിട്ട് വാ, പോയെന്ന് അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ കിച്ചണിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവിടേക്ക് പോലീസുകാർ വന്ന് ശ്രുതിയെ അന്വേഷിക്കുകയാണ്. നിങ്ങൾ പെണ്ണിന്റെ പേരില് ചീറ്റിംഗ് കേസ് കൊടുത്തില്ലേ, അതിനെപ്പറ്റി ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ പോലീസ് പറഞ്ഞപ്പോ, ആ പെണ്ണിപ്പോ എവിടെയുണ്ട്? ആ പെണ്ണിനെ പറ്റി വല്ല വിവരവും കിട്ടിയോ? അങ്ങനെ അച്ഛൻ പോലീസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്.